ദേശീയ രാഷ്ട്രീയത്തിൽ എക്കാലവും സജീവ ചർച്ചാ വിഷയമാണ് പഞ്ചാബ്. ചരിത്രത്തിലാദ്യമായി പഞ്ചാബ് നിയമസഭയിലേക്ക് ഇത്തവണ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. 10 വർഷമായി തുടരുന്ന ഭരണം നിലനിർത്താനുള്ള ശ്രമത്തിലാണ് BJP അകാലിദൾ സഖ്യം. ഭരണം പിടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി സജീവ പ്രചാരണത്തിലാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും. ഇത്തവണ അധികാരം പിടിക്കാമെന്ന തികഞ്ഞ പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. പ്രചാരണ വിഷയങ്ങളെക്കാളുപരി ക്യാപ്റ്റൻ എന്ന പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷൻ അമരീന്ദർ സിംഗാണ് കോൺഗ്രസിന്റെ പ്രചാരണ ആയുധം. മുൻ ക്രിക്കറ്റ് താരം നവജോത് സിംഗ് സിദ്ധു കൂടിയെത്തിയത് കോൺഗ്രസ് പ്രതീക്ഷയ്ക്ക് വേഗത കൂട്ടുന്നു. सिद्धू पूरे पंजाब में प्रचार करें, वो कैप्टन अमरिंदर सिंह के लिए हमें अगर मैं इफ़ आई एम कास्टिंग वोट इन फेवर ऑफ कांग्रेस, इफ़ आई एम गिविंग माई वोट टू कांग्रेस दैन बिकॉज ऑफ कैप्टन अमरिंदर सिंह. മയക്കുമരുന്ന് മാഫിയക്കെതിരായ പ്രചാരണവുമായി പഞ്ചാബിൽ സജീവമായ ആം ആദ്മി പാർട്ടിയുടെ കരുത്ത് യുവാക്കളാണ്. जेकर पंजाब में रेवोल्यूशन आई है तो पूरे हिंदुस्तान में रेवोल्यूशन आएगी. सो इसीलिए जो दिग्गज पार्टियां हैं, कांग्रेस अकाली पार्टियां, वो दुख मना रही हैं, वो पूरा जोर लगा रहे हैं. സത്ലജ് നദീജല കരാർ റദ്ദാക്കിയ തീരുമാനം സുപ്രീം കോടതി റദ്ദ് ചെയ്തതും ലഹരി മാഫിയയുടെ പ്രവർത്തനവുമാണ് ഭരണകക്ഷിയായ അകാലിദൾ BJP സഖ്യം നേരിടുന്ന പ്രധാന വെല്ലുവിളി. इसमें सरकार फिर शिरोमणि अकाली दल भारतीय जनता पार्टी की सरकार फिर आएगी. കോൺഗ്രസിലും ആം ആദ്മി പാർട്ടിയിലുമായി വോട്ടുകൾ ഭിന്നിക്കുന്നതോടെ 6ാം തവണയും പ്രകാശ് സിംഗ് ബാദൽ പഞ്ചാബ് മുഖ്യമന്ത്രിയാകുമെന്നാണ് NDA സഖ്യത്തിന്റെ വിലയിരുത്തൽ. പഞ്ചാബിൽ നിന്നും ക്യാമറാമാൻ ഹരി വി നായർക്കൊപ്പം ആസിഫ് മുഹമ്മദ്, മീഡിയ 1.